ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പുട്ടിനും അതുപോലെ തന്നെ കഞ്ഞിക്കൊക്കെ വളരെ കോമ്പിനേഷനായിട്ടുള്ള കടല ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കമൻറ്റ് ബോക്സിലൂടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കടല ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കടല തലേ ദിവസം വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1.5 ഗ്ലാസ്സോളം കടല കുതിർത്തിയേക്കണതാണ് കേട്ടോ ഇത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കടല എപ്പോഴും നമ്മളൊരു 8 മണിക്കൂറോളം എന്തായാലും കുതിർത്തണം കേട്ടോ, എന്നാലാണ് നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഞാനിവിടെ കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വാരി കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കടലയ്ക്ക് മുകളിൽ നിൽക്കാൻ പാകത്തിന് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടലയുടെ ജസ്റ്റ് മുകളിൽ നിന്നേച്ചാൽ മതി. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 8 വിസിൽ അടുപ്പിക്കണം കേട്ടോ, കടല ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ വിസിലൊക്കെ അടിച്ച് അതിൻ്റെ ഫുൾ എയർ പോയതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കാനായിട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിതിലോട്ട് ചെറിയുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-20 ചെറിയുള്ളി എടുത്തിട്ട് അത് നന്നായിട്ട് നമുക്ക് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഫ്രൈക്ക് നമ്മൾ സവാള എല്ലട്ട ചേർക്കണ്ട, ചെറിയുള്ളി തന്നെ ചേർക്കുക. ഇനി ഒരു ചെറിയ ഉള്ളിയുടെയൊക്കെ കളറൊക്കെ ചേഞ്ചായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി നമ്മൾ പരമാവധി മാക്സിമം ചേർക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ കടല നല്ല എന്താ പറയുക ഗ്യാസൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി കൂടുതലായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ചെറിയുള്ളിയുടെയൊക്കെ കളറ് ചേഞ്ചായി കഴിയുന്നതിന് ശേഷം നമുക്കതിലോട്ട് ചതച്ച മുളകാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കുക. ഒന്നുകിൽ കടല നല്ല വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കടല മാത്രമായിട്ട് ചേർത്ത് കൊടുത്തേച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മൂപ്പിച്ചേക്കുന്ന ഉള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് മാറും നമ്മൾ അതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു ടേസ്റ്റ് അങ്ങനെ തന്നെ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ വെള്ളം വറ്റിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കടല മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു വെളിച്ചെണ്ണയിൽ കടല നന്നായിട്ട് കോട്ടാവണം. ആ ഒരു മസാലയിലൊക്കെ നന്നായിട്ട് കടല പിടിക്കണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സ്വാദിഷ്ടമായ കടല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പറ്റിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള നല്ല റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.